ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത നസ്രയനായ യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പിറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു. നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലേക്കും ദൈവകൃപയോടും ദൈവിക സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഈ ദിവസങ്ങൾ നമ്മൾ തുടർമാനമായി കേട്ടുകൊണ്ടിരിക്കുന്നത് അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അത്ഭുതങ്ങളുടെയും സന്ദേശങ്ങളാണ്. നമ്മളെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ, വേർപെടുത്തിയിട്ടുണ്ടെങ്കിൽ, വിശുദ്ധിയിലും വേർപാടിലും നിർത്തിയിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കാതെ വിടത്തില്ല. ഇന്ന് പകൽക്കാലം പ്രതീക്ഷ അറ്റവരാരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെയാണ് ഇന്ന് പകൽക്കാലം ദൈവം ഒരു അത്ഭുതമാക്കി മാറ്റുവാൻ പോകുന്നത്. നിങ്ങളുടെ തലമുറകളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണോ? നിങ്ങളുടെ തലമുറകളെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടുന്നവരാണോ? നിങ്ങൾ ഏതെങ്കിലും കടഭാരത്തിൽ വിഷമിക്കുന്നവരാണോ? നിങ്ങളെ നോക്കി ദൈവം പറയുന്നു, നിങ്ങളെ ഞാൻ ഒരു അത്ഭുതമാക്കി മാറ്റും. ആർക്കും വേണ്ടാതെ കിടന്ന ഒരുവനെ ദൈവം രാജ്യത്തിന്റെ രാജാവാക്കി മാറ്റിയെങ്കിൽ അവനെ എല്ലാവരും ഉപേക്ഷിച്ചു. അപ്പൻ ഉപേക്ഷിച്ചു, അമ്മ ഉപേക്ഷിച്ചു, സഹോദരങ്ങൾ ഉപേക്ഷിച്ചു. പക്ഷേ അവനെ ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? ഒരു രാജ്യത്തിന്റെ രാജാവാക്കി മാറ്റിയെങ്കിൽ, അവന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തിയെങ്കിൽ, ഇന്ന് പകൽക്കാലം നിന്റെ സ്ഥിതിക്ക്, നിന്റെ സാഹചര്യത്തിന് മാറ്റം വരുത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അവന്റെ പേരത്രേ നസ്രയനായ യേശു. ആ യേശുവിന്റെ ജീവനുള്ള വചനത്തിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങളും 1 ശമൂവേൽ 16-ന്റെ 15-ാം വാക്യങ്ങളും വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിൻ. അനന്തരം യഹോവ ശമൂവേലിനോട്, ഇസ്രായേലിലെ രാജസ്ഥാനത്ത് നിന്ന് ഞാൻ ശൗലിനെ തള്ളി എന്നിരിക്കെ നീ അവനെ കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും? കൊമ്പിൻ തൈലം നിറച്ച് പുറപ്പെടുക, ഞാൻ നിന്നെ ബേത്ലഹേമ്യനായ യിശ്ശായിയുടെ അടുക്കലയക്കും, അവന്റെ മക്കളിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അതിന്റെ 18-19 വാക്യം, ബാല്യക്കാലൊരുത്തൻ ബേത്ലഹേമ്യനായ യിശ്ശായിയുടെ ഒരു മകനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ കിന്നരവായനയിൽ നിപുണനും പരാക്രമശാലിയും യോദ്ധാവും വാക്ചാതുര്യമുള്ളവനും കോമളനുമാകുന്നു. യഹോവയും അവനോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. ആമേൻ. ഇസ്രായേലിന്റെ ഒന്നാമത്തെ സ്തോത്രം രാജാവാണ് ശൗൽ. രണ്ടാമതായി ഇസ്രായേൽ രാജാവായി അഭിഷേകം ചെയ്യപ്പെടേണ്ടത് ശൗലിന്റെ മകനായ യോനാഥാനാണ്. പക്ഷെ ഇവിടെ ഇതാ ദൈവം അവനെ മാറ്റിയിട്ട, അവന്റെ മകൻ യോനാഥാനെ മാറ്റിയിട്ട അവിടെ ഇതാ അവൻ ഒരിക്കലും വരത്തില്ല എന്ന് പറഞ്ഞ ദാവീദിനെ ദൈവം എന്താക്കി മാറ്റുന്നു? ഒരു രാജകീയ അഭിഷേകത്തിന്റെ ഉടമയാക്കി മാറ്റുന്നു, ഒരു അത്ഭുതമാക്കി മാറ്റുകയാണ്. ഇതിന്റെ പുറകിൽ വ്യാപരിച്ച ഒരു ശക്തിയേ ഉള്ളൂ. അവൻ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ, അവൻ ദൈവത്തോടു കൂടെ ആയിരിക്കുമ്പോൾ, അവൻ ദൈവത്തോട് കൂടെ ഇരുന്നു കൊണ്ട് അവനെ സ്തുതിക്കുകയും പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്തുകയും ചെയ്തു. അവന്റെ അപ്പന് വേണ്ട, അമ്മയ്ക്ക് വേണ്ട, സഹോദരങ്ങൾക്ക് വേണ്ട, കൂടപ്പിറപ്പുകൾക്ക് വേണ്ട, ആർക്കും വേണ്ടാതിരുന്ന ദാവീദിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട ആടുകളുമായി അവൻ കാട്ടിനകത്ത് ഒറ്റപ്പെട്ട് കിടക്കുമ്പോൾ, കരടിക്കും സിംഹത്തിനും ആടുകളെ ഏൽപ്പിക്കാതെ അവന്റെ ദൈവത്തെ എപ്പോഴും പാടി സ്തുതിച്ച് ആരാധിച്ചപ്പോൾ അവനെ ഇസ്രായേലിന്റെ 2ാമത്തെ മധുര ഗായകനാക്കി അവിടുത്തെ 2ാമത്തെ രാജസ്ഥാനത്തേക്ക് അവനെ കൊണ്ടുവന്ന് അവനെ ഒരു അത്ഭുതമാക്കി മാറ്റുവാൻ കഴിഞ്ഞെങ്കിൽ, ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകളെ നോക്കി പരിതപിക്കാതെ നീ ആയിരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നുവെങ്കിൽ നിശ്ചയമായും നിന്നെയും ദൈവം ദാവീദിനെ പോലെ ഒരു അനുഗ്രഹമാക്കി മാറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. God bless you. Jesus loves you. God be with you.